കാടിന്റെ ഇരുണ്ട മൂടലിൽ ഒരു കുട്ടിസിംഹം അമ്മയോടൊപ്പം ശാന്തമായി നീങ്ങുകയാണ്. അവന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ നീര് തെളിഞ്ഞു. "അമ്മേ, ഞാൻ ഭയപ്പെട്ടു പോകുന്നു," അവൻ പതുക്കെ അമ്മസിംഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചു. അമ്മസിംഹം: "ഭയപ്പെടേണ്ട മകനെ, ഈ കാട് നമ്മുടേതാണ്. പക്ഷേ അതിലേക്കുള്ള വഴികൾ പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്." പേടിപ്പിക്കുന്ന അലർച്ചയുമായി കുറച്ച് ചെന്നായ്ക്കൾ മുന്നിൽ നിന്ന് അവരുടെ അടുത്തേക്ക് പാഞ്ഞുവരുന്നു. അവരെ വളഞ്ഞു നിൽക്കുന്നു. ചുവന്ന കണ്ണുകൾ, മൂർച്ചയുള്ള പല്ലുകൾ. കുട്ടിസിംഹം വിറയ്ക്കുന്നു. "അമ്മ, കുഞ്ഞേ, എൻ്റെ പിന്നിൽ നിന്ന് പോ. ഓടി രക്ഷപ്പെട്." അവൻ ഓടാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു നിമിഷം നിൽക്കുന്നു. കണ്ണുകൾ അടയ്ക്കുന്നു. അമ്മ പണ്ട് പറഞ്ഞത് അവനിൻ മനസ്സിലോർക്കുന്നു. "നീ ഒന്നിനെയും പേടിക്കേണ്ട. എല്ലാവരും നിന്നെയാണ് പേടിക്കേണ്ടത്. നീയാണ് കാട്ടിലെ രാജാവ്. ഈ കാട് നിന്റേതാണ്." അവൻ പെട്ടെന്ന് അവിടെ ചുറ്റിവളഞ്ഞിരിക്കുന്ന പാറയുടെ മുകളിൽ കയറി നിൽക്കുന്നു. ആവേശത്തോടെ തല ഉയർത്തി. ചെന്നായ്കൾക്കു നേരെ ഒരു ഗർജനം. ആ ശബ്ദം മുഴുവൻ കാടിൽ മുഴങ്ങുന്നു. ഇപ്പോൾ അവൻ ഭയക്കുന്ന കുഞ്ഞല്ല, അവൻ കാട്ടിൻ്റെ ആത്മാവും. അമ്മയുടെ വിശ്വാസത്തിൻ്റെ ജ്വാലയും അവനിലുണ്ട്. അമ്മസിംഹം മകന്റെ ധൈര്യവും മാറ്റവും കണ്ട് അവളുടെ ഉള്ളിൽ ആത്മവിശ്വാസവും സന്തോഷവും തെളിയുന്നു. അവളും ചെന്നായ്ക്കളുടെ നേരെ തിരിയുന്നു. ഒരു സിംഹത്തിന്റെ വേഗത്തിൽ ചാടുന്നു. ചെന്നായ്ക്കൾ തിരിച്ചറിയുന്നു, ഇവിടെ ഇനി നമുക്ക് ഇവരോട് പൊരുതിൽക്കാനാവില്ല. അവർ ഓടി രക്ഷപ്പെടുന്നു. കുട്ടിസിംഹം പാറയുടെ മുകളിൽ നിന്ന് താഴെ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. അമ്മസിംഹം അവനെ നെഞ്ചോട് ചേർത്തു ചുംബിക്കുന്നു. കുട്ടിസിംഹം അമ്മയോട് പറഞ്ഞു, "അമ്മേ, അമ്മ പറഞ്ഞ കാര്യം ഓർത്തതുകൊണ്ടാണ് എനിക്ക് ധൈര്യം വന്നത്. അമ്മയുടെ വാക്കുകളാണ് എനിക്ക് ശക്തിയായത്." മാനസിക ബലമാണ് യഥാർത്ഥ ധൈര്യം. ഭീഷണികൾക്ക് മുന്നിൽ അതാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത്.